2 ദിവസം ഹോട്ടലിൽ നല്ല ബിസി ഉള്ളതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്കും വൈകിട്ടൊന്നും ആഹാരം കഴിക്കാൻ പറ്റിയില്ല. വീട്ടിൽ കഫ്റ്റീരിയ കയറുമ്പോൾ നമുക്കുള്ള ചിക്കൻ അവിടെ കാണത്തില്ല, എണ്ണ ഐറ്റംസിലുള്ള ചിക്കനാണ് കാണുന്നത്. പിന്നെ വിശപ്പ് മാറ്റാൻ വേണ്ടി വാരി വലിച്ചതൊന്നും കഴിക്കും. അങ്ങനെ കഴിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ വെയിറ്റ് നോക്കിയപ്പോൾ 74 കിലോ, ഏകദേശം 1.5 കിലോ കൂടി. രാവിലെ പ്രീവർക്കും കഴിച്ചിട്ട് 2 ദിവസം ശേഷം നേരെ ജിമ്മിൽ കയറി നേരെ വെയിറ്റ് നോക്കിയപ്പോൾ 74.50, 1.5 കിലോ കറക്റ്റ് ആയിട്ട് എനിക്ക് കയറിയത്. 2 ദിവസം ജിമ്മിൽ പോയില്ല, പ്രോപ്പറായിട്ട് ഡയറ്റും എടുത്തില്ല, എണ്ണയുള്ള ആഹാരങ്ങൾ കുറച്ച് അധികം കഴിച്ചുകൊണ്ടാണ് ഈ ഒരു വെയിറ്റ് കൂടിയത്. എനിക്ക് ബൾക്കിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് തന്നെ പ്യൂർ ഫാറ്റ് നമ്മൾ അടിച്ചു തരുന്നത് മസിൽ മാസ് ഇൻക്രീസ് ചെയ്യുക, അതാണ് എന്റെ ടാർഗറ്റ്. എന്തായാലും ഇന്ന് രാവിലെ ജിമ്മിൽ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും മാക്സിമം നമ്മൾ ഫെയിലറെ കൊടുത്ത് അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. ഇൻക്രീസ് ആയി 74 കിലോ, എന്തായാലും എനിക്ക് 73 ആക്കണം, എന്റെ പഴയ വീട്ടിലോട്ട് ആക്കണം. അതുകൊണ്ട് നല്ല രീതിക്ക് വർക്കൗട്ട് ഇനി അങ്ങോട്ട് കുറച്ചും കൂടെ ഡയറ്റ് ഒന്ന് കടുപ്പിക്കാൻ പോകും. വർക്കൗട്ടെല്ലാം കഴിഞ്ഞോണ്ട് തന്നെ നേരെ പമ്പെല്ലാം ചെക്ക് ചെയ്തു. ദിവസം ആഹാര രീതി കാരണം എന്റെ ആപ്സും ചെറുതായിട്ട് ഫെയ്ഡായി. എല്ലാം ചെയ്ത ശേഷം നേരെ നമ്മൾ ജിമ്മിൽ നിന്ന് ഇറങ്ങി. മീൻ എത്തിയോ തന്നെ ഒരു 7 മുട്ട എടുത്ത് നമ്മൾ നേരെ ഓംപ്ലേറ്റ് അടിച്ചു. എനിക്ക് പോകണേ മുമ്പ് കുറച്ച് ഹെവി ആയിട്ട് കഴിച്ചാൽ മാത്രമേ അവിടെ നമുക്ക് പണിയാൻ ആരോഗ്യം കാണത്തുള്ളൂ. നമ്മൾ പ്രിപ്പയർ ചെയ്ത ആഹാരമൊക്കെ കഴിച്ച ശേഷം നേരെ കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ ബസ്സിൽ കയറി ഹോട്ടലിൽ എത്തിയോ തന്നെ നമ്മൾ ലോണ്ടറി പോയി നമ്മളെ ഡ്രസ്സ് എല്ലാം വാങ്ങിച്ച് ചേഞ്ച് ചെയ്തു. നമ്മൾ ജിമ്മിലൊക്കെ പോയിട്ട് നമ്മൾ ആഹാരമൊക്കെ കഴിച്ചൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ഫീൽ. അതിൽ സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ ജിമ്മിൽ പോകുമ്പോൾ അതൊക്കെ എല്ലാം മാറും. പിന്നെ നേരെ നമ്മൾ കിച്ചണിൽ കയറി നമ്മളെ വർക്ക് എല്ലാം സ്റ്റാർട്ട് ചെയ്തു. സ്റ്റീം വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നമുക്കൊന്ന് വയ്ക്കണമെന്ന്. അതുകൊണ്ട് നമ്മളെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് പീൽ ചെയ്ത് നമ്മൾ അതൊക്കെ എല്ലാം സെറ്റ് ചെയ്തു. ഇപ്പോൾ കട്ട് ചെയ്യുന്ന ഒണിയന്റെ ഒക്കെ പേരെന്ന് വെച്ചാൽ ഷാലോറ്റ് ഒണിയൻ എന്നാണ്. നമ്മുടെ നാട്ടിൽ നോർമൽ ഒണിയൻ അല്ല ഇതൊന്നും. പിന്നെ നേരെ നമ്മളെ ബട്ടറും ചീസൊക്കെ നമ്മളൊന്ന് കട്ട് ചെയ്ത് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച ശേഷം നമ്മൾ കുറച്ച് പണിയും കൂടെ കഴിഞ്ഞിട്ട് നമ്മളെ ഷിഫ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി. ചേഞ്ച് ചെയ്തൊന്ന് മുഖമൊക്കെ കഴിയുന്ന ഫ്രഷ് ആയിട്ട് നേരെ നമ്മൾ അടുത്ത ബസ് പിടിച്ചു. ഉമ്മി എത്തണം തന്നെ ചിക്കനും കുറച്ച് മുന്തിരിയും കഴിച്ചിട്ട് നേരെ കിടന്നുറങ്ങി. ഓക്കെ ബൈ.